മോഡലിംഗിന്റെ മറവിൽ നടന്ന രാജ്യാന്തര മനുഷ്യക്കടത്തിൽ കൊടും ക്രൂരതകളുടെ മുഖ്യ സൂത്രധാരൻ മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. കേസിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും കമ്മീഷണർ വ്യക്തമാക്കി. മോഡലിംഗിന്റെ മറവിൽ നടന്ന രാജ്യാന്തര മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കൊടുക്രൂരതകളുടെ മുഖ്യ സൂത്രധാരൻ മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. കേസിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. പ്രതികൾ കുറ്റകൃത്യത്തിലൂടെ വൻ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കമ്മീഷണർ പറഞ്ഞു. രണ്ട് പ്രതിയെ നേരത്തെ നമ്മുടെ കസ്റ്റഡിയിലെടുത്ത് പിന്നെ അവർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ പറ്റും. പിന്നെ കുറേ കൂടി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പ്രതി നമ്മളുടെ ഫിസിക്കൽ കസ്റ്റഡിയിലേക്ക് എത്താൻ ഉണ്ട്. മെയിൻ പ്രതിയായിട്ട് പറയக்கூடிய സ്ത്രീ അവരെത്തിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയും അവരുടെ നെറ്റ്വർക്ക് ആരൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റിൽ ചില കാര്യങ്ങൾ പറയരുതുണ്ട് എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അത് നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ലീഡ് കൊണ്ട് വന്നിട്ടില്ല. അങ്ങനെ വന്നെങ്കിൽ നമ്മത് പെർസ്യൂ ചെയ്തിട്ട് അവസാനം വരെ പോവാം. അല്ല, ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള പരാതി അത് മാത്രമേ ഉള്ളൂ. മറ്റേത് ബാക്കി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ നമുക്കൊരു SIT ഒരു IPS ഓഫീസറുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു വലിയ ടീമും കൊടുത്തിട്ടുണ്ട്. ചില ഓർഗനൈസ്ഡ് ക്രൈം പൊതുവേ നിങ്ങൾ നോക്കിയെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ജെന്യൂനായിട്ട് കാര്യം നടത്തக்கூடிய ആൾക്കാർക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു ആവശ്യമില്ല. സോ അതിനുடைய ബാക്ക്ഗ്രൗണ്ടിലാണ് ചില ഓർഗനൈസ്ഡ് ഗാങ് അവരുടെ കാര്യങ്ങൾ നടത്തി കാണും. അതിലെന്തെങ്കിലും ബന്ധമുണ്ട്, ഒരു മതിയായിട്ട് തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം. ഒരു പെൺകുട്ടിയെ വിദേശത്തേക്ക് കടത്തി ഇടപാട് നടത്തിയാൽ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സംഘത്തിന് ലഭിക്കുമെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പറഞ്ഞു. ദുബായിൽ വെച്ചാണ് മുഖ്യ സൂത്രധാരനായ ബിലാൽ ഒന്നാം പ്രതിയായ സിന്ധുവിനെ പരിചയപ്പെടുന്നത്. പിന്നീട് പെൺവാണിഭ റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ബിലാൽ ദുബായിലെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു. കൊച്ചി കേന്ദ്രീകരിച്ച് നിരവധി യുവതികളെയാണ് വൻ തുകകൾ വാഗ്ദാനം നൽകി ദുബായിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. കേസിലെ പ്രതികൾക്ക് കൊച്ചിയിലെ അധോലോക ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുള്ളതായി സൂചനയുണ്ട്. CDNet ന്യൂസ്, കായംകുളം.